സെറ്റ് മാത്സ് ജൂലൈ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്? ഓപ്ഷൻ എ, if x less than y then x square less than y square for all real x and y. If x square less than y square then x less than y for all real x and y. If x less than y then x square less than or equal to y square for all real x and y. And option B, if x less than y and x y greater than or equal to 0 then x square less than y square. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ട് ഓൾവേസ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ, അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇഫ് എക്സ് ലെസ് ദാൻ വൈ ദെൻ എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദെൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ വൈ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ദ ഇൻ്റർവൽസ് -1/n, 1/n വെർ n equal to 1, 2, 3 up to infinity ആണ് ചോദിച്ചിരിക്കുന്നത്. നൾ സെറ്റ്, സെറ്റ് 0, മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ആൻഡ് ഓപ്ഷൻ ഡി സിംഗിൾട്ടൺ 1/n എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ വരിക? ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ദ ഇൻ്റർവൽസ് -1/n, 1/n. ഇതിൻ്റെ വാല്യൂ പോകുന്നത് 1, 2, 3 up to infinity വരെയാണ്. 1 കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻ്റർവൽ -1, +1 ആണ്. അപ്പോൾ -1 +1 ആണ് കിട്ടുക. n equal to 1 ആകുമ്പോൾ. n equal to 2 ആകുമ്പോഴോ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ -1/2, 1/2. n equal to 3 ആയാൽ -1/3, 1/3. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ അപ് ടു ഇൻഫിനിറ്റി വരെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇൻ്റർസെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷനായിട്ട് അപ്പോൾ ആ ഇൻ്റർവൽ കുറഞ്ഞ് വരും. സെൻറ്ററിൽ നമുക്ക് ഏറ്റവും കോമൺ പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുക എന്താണ്? 0 ആണ് വരിക. അപ്പോൾ സെറ്റ് 0 ആണ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് a plus b plus c equal to 180 degree then cos of a plus b is equal to. ഓപ്ഷൻ എ cos a minus cos b, ഓപ്ഷൻ ബി cos a into cos b, ഓപ്ഷൻ സി മൈനസ് cos c, ഓപ്ഷൻ ഡി sin a plus sin b. നമുക്ക് അറിയാവുന്നത് a plus b plus c is equal to 180 degree എന്നറിയാം. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് cos of a plus b ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് cos of a plus b നെ 180 മൈനസ് സി എന്ന് എഴുതാമല്ലോ. 180 ഡിഗ്രി മൈനസ് സി എന്ന് എഴുതാം. cos of 180 മൈനസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. cos of 180 മൈനസ് തീറ്റ ഈസ് minus cos theta. So minus cos c എന്ന് എഴുതാം അതിന്. So answer will be option C, minus cos c. Then fourth question, a line passes through the point 2, 3 and is perpendicular to the line 3x minus 4y plus 5 equal to 0. What is the equation of the line? Option A, 3x plus 4y equal to 17. Option B, 4x minus 3y equal to 17. Option C, 4x plus 3y equal to 17. ഓപ്ഷൻ ഡി 4x minus 3y equal to 5. പറഞ്ഞിരിക്കുന്നത് എന്താ? എ ലൈൻ പാസസ് ത്രൂ ദ പോയിൻറ്റ് 2, 3. 2, 3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ആ ലൈൻ പാസ് ചെയ്യുന്നത് 2, 3ലാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 3x minus 4y plus 5 equal to 0. ഈ ലൈൻ പെർപെൻഡിക്കുലറാണ്. ഈ പോയിന്റിൽ പാസ് ചെയ്യുന്ന ഈ ലൈൻ, ഈ രണ്ടാമത്തെ ലൈന് 3x minus 4y plus 5 equal to 0 എന്ന് പറഞ്ഞ ലൈന് പെർപെൻഡിക്കുലറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വരച്ച ലൈൻ 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്ലോപ്പിൻ്റെ ഫോമിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ഇക്വേഷൻ, അതായത് 3x minus 4y plus 5 equal to 0. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 3x minus 4y plus 5 equal to 0നെ നമുക്ക് y equal to mx plus c എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് എഴുതി എമ്മിൻ്റെ പ്ലേസിൽ വരുന്ന വാല്യൂവിനെ എടുത്താൽ നമുക്ക് സ്ലോപ്പായിട്ട് എഴുതാം. അതായത് -4y ഈക്വൽ ടു 3xനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ -3x, പ്ലസ് 5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ -5. ഇനി y ഈക്വൽ ടു ത്രൂ ഔട്ട് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ -3/-4 ഇൻറ്റു എക്സ് -5/-4 എന്ന് വരും. ദാറ്റ് ഈസ് 3/4x plus 5/4. That is y equal to mx plus c എന്നുള്ള ആ ലൈനിൻ്റെ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3/4 ആണ്. സോ m1 എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. അതായത് ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ
തന്നിരിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 = 3/4 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനില്ലേ, അതായത് 2, 3 എന്ന് പറഞ്ഞ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരിക്കുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ലോപ്പ് അറിയാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ഈ 2, 3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റും ഈ 3x - 4y + 5 = 0 എന്ന് പറയുന്ന ലൈനും തമ്മിൽ പെർപെൻഡിക്കുലറാണെന്ന് തോന്നുന്നു. നമ്മൾ പെർപെൻഡിക്കുലാരിറ്റി കണ്ടീഷൻ വെച്ചിട്ട് സ്ലോപ്സിൻ്റെ ടേംസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ലൈൻ സെഗ്മെൻറ്റ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. m1 × m2 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് 3/4 ആണെങ്കിൽ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് അതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പോൾ അതിന് സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 3/4 × m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ദാറ്റ് ഈസ് m2 = -4/3. അപ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4/3 എന്ന് വരും. അതായത് നമുക്ക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4/3 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് 2, 3 ഉണ്ട്. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് -4/3 ആണ്. അങ്ങനെയെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത് y - y1 = m × x - x1 ആണ്. സോ വാല്യൂസ് കൊടുത്താൽ x1 y1ൻ്റെ പ്ലേസിൽ 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എമ്മിൻ്റെ പ്ലേസിൽ -4/3 കൊടുക്കാം. ഓക്കെ, സോ y - 3 = എമ്മിൻ്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? ആ ലൈനിൻ്റെ സ്ലോപ്പ് കൊടുക്കാം. അതായത് -4/3 × x - x1 = 2. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3y - 9 = -4x + 8. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഓപ്ഷൻസായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ 4xൻ്റെ ടൈം പോസിറ്റീവാണ്. സോ ഇതിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ 4x + 3y - 9 - 8 = 0. അതായത് 4x + 3y - 17 = 0. ഓക്കെ, ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന കറക്റ്റായിട്ട് മാച്ചിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ മതി. 17നെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 4x + 3y = 17 കിട്ടും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 4x + 3y = 17 ആയിരിക്കും. 5th ക്വസ്റ്റ്യൻ നോക്കാം. The sides of an equilateral triangle are increasing at the rate of 2 cm/s. The rate at which the area increases when the side is 10 cm. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സൈഡ് ലെങ്ത്ത് നമുക്ക് 2 cm/s ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ സൈഡ് ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് 2 cm/s തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്ത് നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ dx/dt ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 cm/s എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് dA/dt ആണ് ചോദിച്ചിരിക്കുന്നത്. വെൻ x = 10 cm. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്ത് x ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ = I എന്നുള്ളത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ = √3x² എന്ന് എഴുതാമല്ലോ. സൈഡ് ലെങ്ത്ത് x ആണെങ്കിൽ √3x² എന്ന് എഴുതാം. ദെൻ dx/dt നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ഏരിയയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dA/dx എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് √3/4 കോൺസ്റ്റൻ്റ് ആണ്. x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദറ്റ് ഈസ് 2x. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. അപ്പോൾ √3/2x എന്ന് എഴുതാം. dA/dx എന്ന് പറയുന്നത് √3/2x എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് dA/dt when x = 10 ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ dA/dt = dA/dx × dx/dt ഇങ്ങനെ എഴുതാമല്ലോ. ദറ്റ് ഈസ് dA/dx എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട് √3/2x ആൻഡ് dx/dt is given, that is 2.
2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് √3x എന്ന് വരും. ഇനി dA/dt അറ്റ് x = 10 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതായത് √3 × 10 ഇവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് 10√3 എന്നായിരിക്കും വാല്യൂ വരിക. 10√3 cm²/s എന്നായിരിക്കും വാല്യൂ കിട്ടുക. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ 10√3 cm²/s എന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ cos 2x minus cos 2 theta whole divided by cos x minus cos theta d theta is equal to 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇൻ്റഗ്രൽ cos 2x minus cos 2 theta whole divided by cos x minus cos theta d theta. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. അതായത് cos 2x-നും cos 2 theta-യ്ക്കും നമുക്കൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. നമുക്കറിയാം cos 2 theta-യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 cos square theta minus 1. ഈ രീതിയിൽ എഴുതാം. 2 cos square theta minus 1. അതുപോലെ cos 2x-നെ നമുക്കിവിടെ തിരിച്ചു കൊടുക്കാൻ പറ്റും. cos 2x എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 2 cos square x minus 1. ഈ രണ്ട് റിസൾട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ cos 2x-ന് പകരം 2 cos square x minus 1 മൈനസ് cos 2 theta-യ്ക്ക് പകരം 2 cos square theta minus 1 all divided by cos x minus cos theta. അതങ്ങനെ തന്നെ d theta. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ ഇൻ്റഗ്രൽ 2 cos square x minus 1 minus 2 cos square theta minus of minus ഇവിടെ plus 1 വരും divided by cos x minus cos theta d theta. That is equal to ഇവിടെ plus 1 ഉണ്ട് minus 1 രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ വരുന്നിടത്ത് 2 cos square x minus 2 cos square theta എന്ന് വന്നിരിക്കുന്നത്. അതിൽ നിന്നൊരു 2 കോമൺ എടുക്കാം, ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ 2 into cos square x minus cos square theta whole divided by cos x minus cos theta. Then ന്യൂമറേറ്ററിൽ a square minus b square ഫോമിലാണ്. അതിനെ ഫാക്ടറൈസ് ചെയ്താൽ ഇൻ്റഗ്രൽ 2 times cos x minus cos theta into cos x plus cos theta. രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡിനോമിനേറ്ററിൽ cos x minus cos theta d theta. സെയിം ടൈം വന്നിട്ടില്ലേ നോക്കി, cos x minus cos theta ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈൻ ചെയ്യുന്നത് 2 times cos x plus cos theta into d theta. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമായി 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ cos x d theta ഇൻ്റഗ്രൽ cos x d theta പ്ലസ് ഇൻ്റഗ്രൽ cos theta d theta രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്തു ഞാൻ. ഇനി നോക്കി 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട്സൈഡ് ഉണ്ട്. ഇൻ്റഗ്രൽ cos x d theta നമുക്ക് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. സോ ഇവിടെ എക്സിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്യാം. അതായത് cos x കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. പിന്നെ വരുന്നത് ഇൻ്റഗ്രൽ 1 d theta എന്ന് വരും. ഇൻ്റഗ്രൽ 1 d theta ഈസ് തീറ്റ, സോ into theta. Then plus integral cos theta d theta with respect to theta ആണ് ഇൻ്റഗ്രേഷൻ. സോ cos theta യുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin theta. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 cos x into theta പ്ലസ് 2 sin theta. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ 2 കോമൺ ഔട്ട്സൈഡ് ആണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ 2 sin theta ദാ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിരിക്കാൻ മതി. 2 into sin theta പ്ലസ് തീറ്റ cos x ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇത് കിട്ടും. ലാസ്റ്റ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പ്ലസ് സിയും കൂടെ കൊടുക്കും. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? 6th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി, 2 sin theta പ്ലസ് തീറ്റ cos x പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 people be seated in a row
ഇഫ് ടു സ്പെസിഫിക് പീപ്പിൾ മസ്റ്റ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. 4 ഓപ്ഷൻസ് 48, 72, 96, 108. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, 5 പീപ്പിളിനെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കണ്ടീഷൻ എന്താണ്, 2 ഓഫ് ദം മസ്റ്റ് നോട്ട് സിറ്റ് ടുഗദർ. അതായത് ഏതെങ്കിലും 2 പേര് ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല. 2 സ്പെസിഫിക് പീപ്പിൾ മസ്റ്റ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അതായത് ഏതെങ്കിലും ഒരു 2 പേര് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ 2 പേര് ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആളുകളെ എ ബി സി ഡി ഇ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എയും ബിയും ആണ് നമ്മൾ സെലക്ട് ചെയ്ത പേഴ്സൺസ് എങ്കിൽ ഇവർ 2 പേരും ഒരുമിച്ച് വരാൻ പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇവർ 2 പേരും ഒരുമിച്ച് വരാത്ത നമ്പർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 പേരെ ഒരു റോയിൽ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ടോട്ടലായിട്ട് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. 5 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ 5 പേരെ വിതൗട്ട് എനി കണ്ടീഷൻ റോയിൽ 120 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും 2 പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരുമിച്ച് വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 5 പേരിൽ ഈ 2 പേരെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ മൊത്തം ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കി 3 പേരുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പും പിന്നെ ഇത് 3 പേരുണ്ട്. അപ്പോൾ 3 + 1 4 പീപ്പിൾ എന്നുള്ള രീതിയിൽ ആവും ക്വസ്റ്റ്യൻ മാറും. അപ്പോൾ ഈ 4 പേരെ നമുക്ക് 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു റോയിൽ ഈ 4 പേരെ 4 ഫാക്ടോറിയൽ വേസിൽ, 4 എന്ന് ഉദ്ദേശിക്കണേ ഈ എ ബിയെ ഒറ്റ ഗ്രൂപ്പായിട്ടെടുത്തു, ഒറ്റ ബ്ലോക്കായിട്ടെടുത്തു, അങ്ങനെയാണ് 4 എന്ന് പറയുന്നത്. ബാക്കിയുള്ള 3 പേരും ഈ ഒരു ബ്ലോക്കും കൂടെ ചേരുമ്പോൾ 4 പേരായല്ലോ മൊത്തം. അപ്പോൾ 4 ഫാക്ടോറിയൽ വേസിൽ അതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ ഇവരെ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തതിൽ ഇവർക്ക് തമ്മിലും അറേഞ്ച്മെൻറ്റ് നടത്താമല്ലോ. ഫസ്റ്റ് പൊസിഷനിൽ ബി എ ഇരുത്താം, സെക്കൻഡ് പൊസിഷനിൽ എ ഇരുത്താം, പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ എ എത്തി സെക്കൻഡ് പൊസിഷനിൽ ബി ഇരുത്താം. ഇങ്ങനെ 2 അറേഞ്ച്മെൻറ്റും വരും. എ ബിയും വരും, ബി എ വരും. ഈ 2 അറേഞ്ച്മെൻറ്റും വരും. അതായത് 2 ഫാക്ടോറിയൽ വേസിൽ ഈ ബ്ലോക്കിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്, ആദ്യം ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തു, ബാക്കി 3 പേര്. അപ്പം മൊത്തം 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ ഇവരെ തന്നെ അറേഞ്ച് ചെയ്യുന്നത് 2 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 × 2 × 3 × 4, then 2 factorial is 2. So value will be 3 2s are 6, 24, 48. 48 വേസിലായിരിക്കും ഇത് പറ്റും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 സ്പെസിഫിക് പീപ്പിൾ മസ്റ്റ് നോട്ട് സിറ്റ് ടുഗദർ എന്നാണ്. ഇത് അവരുടെ പോസിബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മസ്റ്റ് നോട്ട് സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണം, ടോട്ടൽ പോസിബിലിറ്റി ആയ 120 വേസിൽ നിന്നും ഈ 48 വേസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ പോസിബിലിറ്റി 120 ആണ്. 120 മൈനസ് ഈ 48 സബ്ട്രാക്ട് ചെയ്യുക. അവരെ ഇരുത്താൻ പറ്റുന്ന വേസ് 48 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇരിക്കാൻ പറ്റാത്ത രീതികളാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 120 മൈനസ് 48 ദറ്റ് ഈസ് 72 വേസ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.